അൾത്താരയിൽ ഇനി നിശബ്ദ വിപ്ലവം. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ സംസാര വൈകല്യമുള്ള എല്ലാ വ്യക്തികൾക്കും ഇത് അഭിമാന നിമിഷം. കൈകൾ കൊണ്ട് സംസാരിക്കുകയും കണ്ണുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ബധിരർക്കും ആംഗ്യ ഭാഷയിൽ ആശീർവാദമേകാൻ ഒരു പുരോഹിതൻ. കേരള കത്തോലിക്ക സഭയ്ക്ക് ഇത് അഭിമാനമായ നിമിഷം. കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ക്രോസിന്റെ പ്രശസ്തി ആവോളം ഉയരുന്ന നിമിഷം. ഇന്ത്യയിലെ 6 കോടിയോളം വരുന്ന ബധിര സമൂഹത്തിൽ നിന്നും ഒരു വ്യക്തി വൈദികനാവുകയും തൻ്റെ ജീവിതം ദൈവത്തിനായി കാഴ്ചവെക്കുകയും ചെയ്തിരിക്കുന്നു. ഡീക്കൻ ജോസഫ് തേർമഠം. നമസ്കാരം, എൻസ് ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ അയ്മനത്തുള്ള ഹോളി ക്രോസിന്റെ ആശ്രമത്തിലാണ്. ഇവിടെയാണിപ്പോൾ നമ്മുടെ ഡീക്കൻ അച്ഛനുള്ളത്. അച്ഛൻ്റെ മെയ് 2-ാം തീയതിയിലേക്കുള്ള തിരുപ്പട്ടത്തിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം അച്ഛൻ്റെ ശുശ്രൂഷകളെ പറ്റിയിട്ടും നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം. അച്ഛാ നമസ്കാരം. മെയ് 2-ാം തീയതി നടക്കാൻ പോകുന്ന അച്ഛൻ്റെ പൗരോഹിത്യം ഒരു ചരിത്ര പ്രസിദ്ധമായിട്ട് മാറാൻ പോവുകയുള്ളൂ. അപ്പം അതിനെപ്പറ്റിയുള്ള അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? വളരെ സന്തോഷമാണ് ഫീലിംഗ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതല്ല. ഇത് എൻ്റെ മാത്രം ഒരു സന്തോഷം മാത്രമല്ല, ഇത് ബധിര സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സന്തോഷമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അച്ഛൻ ഇപ്പോൾ ബധിര സമൂഹത്തിന് വേണ്ടിയിട്ടാണല്ലോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഇൻസ്പിറേഷനാണ് അച്ഛൻ്റെ ഈ ഒരു തിരുപ്പട്ടം എന്ന് പറയുന്നത്. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രചോദനം എന്താണ്? മിക്ക ദിവസങ്ങളിലും തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഡെഫുമായിട്ടുള്ള ഈ ബധിരരായിട്ടുള്ള സമൂഹവുമായിട്ട് ഡീക്കൻ ഒത്തിരി അവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പട്ടത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിലും സഭയോട് ചേർന്നുള്ള അവരുടെ പ്രവർത്തനമൊക്കെ എല്ലാം വളരെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡീക്കൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഞാൻ ജനിച്ചത് തൃശ്ശൂരിലാണ്. ഞാൻ വളർന്നത് പഠിച്ചതുമൊക്കെ എല്ലാം ബോംബെയിലാണ്. അവിടെ ആയിരുന്നു എൻ്റെ പേരൻസിൻ്റെ ജോലി. പഠിച്ചതൊക്കെ എല്ലാം തന്നെ ഞാൻ അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് അതിനുശേഷം അമേരിക്കയിലോട്ട് പോയി. അമേരിക്കയിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. അങ്ങനെ ഇവിടെയുള്ള ഡെഫ് സമൂഹത്തിന് വേണ്ടി, ബധിര സമൂഹത്തിന് വേണ്ടി സഹായിക്കുവാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു ചരിത്രം. തിരുപ്പട്ടം കിട്ടിയതിന് ശേഷം എന്തൊക്കെ ശുശ്രൂഷകൾ അവർക്ക് വേണ്ടി ചെയ്യണം എന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്? മുമ്പൊക്കെ എല്ലാം ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സേവനങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു നമ്മൾ ചെയ്തത്. അതെ, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി അതല്ല, കുറച്ചുകൂടെ നല്ല രീതിയിൽ വ്യാപരിക്കുവാനാണ്. കേരളത്തിൽ മാത്രമല്ല, പുറത്തും. അതെ, പിന്നെ അതോടൊപ്പം തന്നെ കൂദാശകൾ പരികർമ്മം ചെയ്യുവാനും അവർക്ക് കുമ്പസാരം ഒക്കെ അവരുടേതായ രീതിയിൽ തന്നെ കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ കൊടുക്കുവാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതിലൊക്കെ ആയിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവരുടെ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുവരാനായിരിക്കും അച്ഛൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക. തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിൽ പ്രധാനമായും തന്നെ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാറ്റഗിസമൊക്കെ അവരെ കുറച്ചുകൂടെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളൊക്കെ എല്ലാം ഈ കാറ്റഗിസമൊക്കെ പഠിച്ചാണ് നമ്മൾ കൂടുതൽ സഭയെക്കുറിച്ചും ബൈബിളും ഒക്കെ എല്ലാം അറിയുന്നത്. പക്ഷേ ഡെഫ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിമിതികളുണ്ട്. അതിലെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് താല്പര്യങ്ങൾ കാണിച്ച് അവരെ കുറച്ചുകൂടെ അക്കാര്യത്തിൽ കൂടെ ശ്രദ്ധ കൊടുക്കാനാണ്
അച്ഛന്റെ ഒരു ശിക്ഷണത്തിലൂടെയാണ് ഡീക്കൻ വളർന്നു വന്ന് ഇപ്പം പുരോഹിതനാവാൻ പോകുന്നത്. അപ്പം ഡീക്കനെ പറ്റിയുള്ള അച്ഛന്റെ അഭിപ്രായം എന്തൊക്കെയാണ്? ഞാൻ 2017 ജോസഫ് ബ്രദറിനെ കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ജോസഫ് ബ്രദർ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ വിളി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിയോട് നല്ലൊരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നി. പിന്നെ ഞാൻ ഈ ബ്രദറുമായിട്ടൊക്കെ എവിടെയൊക്കെ ചെന്നാലും തന്നെ ആൾക്കാർക്ക് എല്ലാം ഈ ബ്രദറിനെ കാണുമ്പോൾ തന്നെ അവർക്ക് എപ്പോഴും ഒരു സ്നേഹവും ഒരു അടുപ്പമൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹോളി ക്രോസിലോട്ട് കൊണ്ടുവന്നത്. ബുദ്ധിമുട്ടായിരുന്നു ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലേക്ക് നമ്മളോടൊപ്പം താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിൽ പവർ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ വിചാരിച്ചത് ഈ ഒരു ഹോളി ക്രോസ് ഡെഫ് മിനിസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ ഇവരിൽ നിന്ന് ഡെഫ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വന്ന് അവർ ഒരു വൈദികനൊക്കെ ആയി മാറുമ്പോൾ ഇത് കുറച്ചുകൂടെ ശക്തമായിട്ട് ഇവരെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഇപ്പോൾ തന്നെ ഇതുപോലുള്ള ഒരാളെ കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കണ്ടു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മെയ് മാസം 2-ാം തീയതി ഡീക്കൻ ജോസഫിൻ്റെ തിരുപ്പട്ടമാണ്. അപ്പോൾ ഇത് തൃശ്ശൂരിലെ ബസിലിക്കയിൽ വെച്ചാണ് ഇതിൻ്റെ നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് ബദിര സമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒപ്പം ഹോളി ക്രോസ് സഭയ്ക്കും ഒരു പുതിയ ഒരു അനുഭവമാണ്. ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. ധാരാളം വൈദികരെല്ലാം ഈ ഒരു പട്ടത്തിന് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം എനിക്ക് പറയാനുള്ളത് ഈ ജോസഫ് ബ്രദറിൻ്റെ മാതാപിതാക്കളെയാണ്. അവരെ ഞാൻ തീർച്ചയായിട്ടും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം അവർ ഈ ഒരു അനുഭവ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ അവർ നേരിട്ട പ്രതിസന്ധികളും അവർ തരണം ചെയ്ത രീതികളൊക്കെ എല്ലാം തീർച്ചയായിട്ടും അതൊരു പ്രശംസനീയമാണ്. ഇത് നല്ലൊരു അനുഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ബദിര സമൂഹത്തിന്റെ ആത്മീയ പുരോഗതിക്കായി കോൺഗ്രിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ കാര്യങ്ങൾക്ക് സാക്ഷ്യമാകാൻ ഈ ദൈവവിളിയും ഒരു കാരണമാകട്ടെ. ബദിര വിശ്വാസികളുടെ വിശ്വാസം വളർത്താനും അതോടൊപ്പം അവരിൽ ഒരാളായി അവരോടൊപ്പം അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും ജോസഫ് അച്ഛനും സാധിക്കട്ടെ. മെയ് 2-ാം തീയതി നടക്കുന്ന അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിനും അതോടൊപ്പമുള്ള ദൈവിക ശുശ്രൂഷകൾക്കും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഏകുന്നു. ക്യാമറാമാൻ നൈബിനൊപ്പം ജോസ്മി, എൻസ് ടൈംസ് ന്യൂസ്.